ഷാഫിയെ ഇതെന്ത് സാധനം മനസ്സിലായോ? ആൾക്കറിയാലോ ഇത് നമ്മളെ ലിഥിയം ബേറ്ററിന്റെ ഒരു കളക്ഷൻ അല്ലേ? ഓക്കെ, 250 കിലോവാട്ട്. ഇതൊക്കെ നമ്മളെ കേരളത്തിൽ KSEB ഇനി പ്രൊജക്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലെ? ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് പഠിക്കട്ടെ. ഇതൊക്കെ ഇനി വരും കാലങ്ങളില് നമ്മളെ കേരളത്തിലേക്ക് ഒന്ന് വരും പ്രതീക്ഷിക്കാം അല്ലെ? ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ജസ്റ്റ് ഒരു ഐഡിയ ഒന്ന് പറഞ്ഞു. ഇതിൽ ഓരോ പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓരോ ഇതെന്ന് വെച്ചാൽ 250 കിലോവാട്ടിന്റെ ഒരു സിസ്റ്റം. ഓക്കെ, ഇതില് നമുക്കൊരു നമ്മളെ ട്രാൻസ്ഫോമറിനൊക്കെ പാരലലി നമ്മളൊരു സാധാരണ വീട്ടിലൊരു ഇൻവേർട്ടറിന് ബാറ്ററി കൊടുക്കുമ്പോൾ ട്രാൻസ്ഫോമറിനൊക്കെ പാരലലി ഇത് വെച്ച് കഴിഞ്ഞാൽ KSEB വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പാർട്ട് ഫുൾ ആയിട്ട് പിന്നെ വൈദ്യുതി പ്രവർത്തിക്കും. വോൾട്ടേജ് കൂടിയാൽ അവിടെ ഉണ്ട്. ഓക്കെ, ഇത് ഭാവിയിലൊന്നും ഇത്തരത്തിൽ നമ്മുടെ കറണ്ടിന്റെ ആവശ്യം ഉണ്ട് നമുക്ക് വേണ്ടെന്ന് തോന്നുന്നു. അതെ, ആക്ച്വലി ഇതൊന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതില് ഓരോ 5 കിലോവാട്ടിന്റെ പാക്കാണത്. ഓക്കെ, 5 കിലോവാട്ട് പാക്ക് പിന്നെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് 61 കിലോവാട്ട് അവർ ബാറ്ററി ഇതിനകത്തുണ്ട്. വരും കാലങ്ങളിൽ നമുക്ക് കറണ്ടിന്റെ വേണ്ട. അതിന്റെ ഓരോ ഹൈബ്രിഡ് ഇൻവെർട്ടറുകളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇതിന് വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇതിനകത്ത് ഇൻവെർട്ടറിന്റെ കൂടെ തന്നെ ബാറ്ററി ബാങ്ക് ഉണ്ട്. വീട്ടിലൊരു ചുമരമ ഇരിക്കുന്ന 4 കട്ട പോലെ ഉള്ളൂ. 10 കിലോവാട്ട് ബാറ്ററി, 10 കിലോവാട്ട് ഇൻവെർട്ടർ ഉണ്ട്. വളരെ സിമ്പിൾ സാധനം. ഓക്കെ ഷാഫിയെ ഇതെന്ത് സാധനം മനസ്സിലായോ? ആൾക്കറിയാലോ ഇത് നമ്മളെ ലിഥിയം ബേറ്ററിന്റെ ഒരു കളക്ഷൻ അല്ലേ? ഓക്കെ, 250 കിലോവാട്ട്. ഇതൊക്കെ നമ്മളെ കേരളത്തിൽ KSEB ഇനി പ്രൊജക്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലെ? ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് പഠിക്കട്ടെ. ഇതൊക്കെ ഇനി വരും കാലങ്ങളില് നമ്മളെ കേരളത്തിലേക്ക് ഒന്ന് വരും പ്രതീക്ഷിക്കാം അല്ലെ? ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ജസ്റ്റ് ഒരു ഐഡിയ ഒന്ന് പറഞ്ഞു. ഇതിൽ ഓരോ പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓരോ ഇതെന്ന് വെച്ചാൽ 250 കിലോവാട്ടിന്റെ ഒരു സിസ്റ്റം. ഓക്കെ, ഇതില് നമുക്കൊരു നമ്മളെ ട്രാൻസ്ഫോമറിനൊക്കെ പാരലലി നമ്മളൊരു സാധാരണ വീട്ടിലൊരു ഇൻവേർട്ടറിന് ബാറ്ററി കൊടുക്കുമ്പോൾ ട്രാൻസ്ഫോമറിനൊക്കെ പാരലലി ഇത് വെച്ച് കഴിഞ്ഞാൽ KSEB വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പാർട്ട് ഫുൾ ആയിട്ട് പിന്നെ വൈദ്യുതി പ്രവർത്തിക്കും. വോൾട്ടേജ് കൂടിയാൽ അവിടെ ഉണ്ട്. ഓക്കെ, ഇത് ഭാവിയിലൊന്നും ഇത്തരത്തിൽ നമ്മുടെ കറണ്ടിന്റെ ആവശ്യം ഉണ്ട് നമുക്ക് വേണ്ടെന്ന് തോന്നുന്നു. അതെ, ആക്ച്വലി ഇതൊന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതില് ഓരോ 5 കിലോവാട്ടിന്റെ പാക്കാണത്. ഓക്കെ, 5 കിലോവാട്ട് പാക്ക് പിന്നെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് 61 കിലോവാട്ട് അവർ ബാറ്ററി ഇതിനകത്തുണ്ട്. വരും കാലങ്ങളിൽ നമുക്ക് കറണ്ടിന്റെ